സംസാരിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയും പ്രഗത്ഭ അക്കാഡമീഷ്യനും നിരന്തരമായ സാമൂഹ്യ ഇടപെടലിലൂടെ ശക്തമായ സ്ത്രീ ശബ്ദവുമായി മാറിയ ഡോക്ടർ ആർ ബിന്ദു മാമിനെ വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതനായ, നന്നേ ചെറുപ്പം മുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ വ്യതിരിക്തമായ സാന്നിധ്യമായി തുടരുന്ന ബഹുമാന്യനായ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, സർവോപരി വിവിധ കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന മാതൃകാ സ്ത്രീ വ്യക്തിത്വങ്ങളെ, സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങളിൽ നടന്നിട്ടുള്ള ത്യാഗോജ്വലമായ പോരാട്ടങ്ങളുടെ സ്മരണകൾ അയവിറക്കുന്ന സാർവദേശീയ മഹിളാ ദിനത്തോടനുബന്ധിച്ച് വളരെ മാതൃകാപരമായ ഒരു പരിപാടി, ഒരു മുഴുദിവസ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായ കേരള വിഷനെ ഹൃദയംഗമമായ രീതിയിൽ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിലെ ജെൻഡർ ഇക്വേഷൻസ് സംബന്ധിച്ചും ലിംഗനീതിയും ലിംഗസമത്വവും സംബന്ധിച്ചുമൊക്കെയുള്ള വളരെ ഗൗരവപൂർണമായ ആലോചനകൾ ഇതിനു മുൻപേ നടന്ന കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നാനാമുഖമായ ചൂഷണങ്ങളും അനീതികളും അസമത്വങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഒരു ശരാശരി സ്ത്രീ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിയാഥാസ്ഥിതികവും അറുപഴഞ്ചനുമായ മൂല്യസംഹിതകളുടെ കാണാച്ചങ്ങലകൾക്ക് നടുവിലാണ് യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ ചേർത്ത് നിർത്താനും സ്ത്രീകൾ പരിശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു കർമ്മമേഖലയിൽ തനതായ ഇടം അടയാളപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ അതിജീവിച്ച് പഞ്ചാഗ്നി മധ്യത്തിലൂടെയുള്ള ഒരു നടപ്പാണ് ആവശ്യമായി വരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകൾ എന്ന് ഞാൻ കരുതുകയാണ്. രാവിലെ പൂവങ്കോഴി കൂവുമ്പോൾ ഉറക്കം ഉണർന്നെഴുന്നേറ്റ് അത്താഴം കഴിഞ്ഞ് അവസാനത്തെ പാത്രവും കഴുകി വച്ച് കിടക്കപ്പായിലേക്ക് പോകുന്ന ഒരു ശരാശരി വീട്ടമ്മയോട് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് പറയുന്ന ആ കാലം നമ്മളിപ്പോഴും പിന്നിട്ടിട്ടില്ല. 18 മണിക്കൂറോളം ഒരു ദിവസം അധ്വാനിക്കുന്ന ഒരാളാണ് എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് പറയേണ്ടി വരുന്നത്. സ്ത്രീകൾ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി നൽകുന്ന സംഭാവനകൾ കാണാപ്പണികളായി അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണത്. സ്ത്രീകൾ നിറവേറ്റുന്ന ഗാർഹിക ചുമതലകൾ ജീവിത പങ്കാളിക്കും കുടുംബത്തിലെ ഇതരാംഗങ്ങൾക്കും പ്രത്യേകിച്ച് മക്കൾക്കും വേണ്ടി അവൾ ചെയ്യുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള അധ്വാനത്തിൻ്റെ അളവ് തിരിച്ചറിയാൻ കഴിയുന്ന മെച്യൂരിറ്റിയിലേക്ക്, പക്വതയിലേക്ക് നമ്മുടെ സമൂഹം ഇനിയും വളർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രതിസന്ധികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ വനിതകളെല്ലാവരും പൊരുതി വിജയിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മിഴിവാർന്ന വശമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
സാമ്പ്രദായികതയുടെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന രണ്ടാംകിട സാമൂഹ്യ പദവി ഏൽപ്പിച്ച ആഘാതങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകും. സ്ത്രീയുടെ ഇടം കുടുംബത്തിനകത്താണ് അല്ലെങ്കിൽ വീട്ടിനകത്താണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് മേൽക്കൈയുള്ള സമൂഹത്തിൽ ആ കെട്ടുപാടുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ആ പരമ്പരാഗത ധാരണകൾ സൃഷ്ടിക്കുന്ന പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അവർ ഈ വിജയം പൊരുതി നേടിയത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നവരായിട്ട് അവരെ മാറ്റി തീർക്കുന്നത്. ഇവരാരും തന്നെ ഒറ്റപ്പെട്ട പ്രതിഭാസങ്ങളല്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ 65% പെൺകുട്ടികളാണ് ഉള്ളത്. പ്രത്യേകിച്ച് PG കോഴ്സുകളിലൊക്കെ ഭൂരിഭാഗം പെൺകുട്ടികളാണ് എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യമാണ്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികളാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ ശേഷം എത്ര പേർ അവരുടെ അഭിരുചിക്കിണങ്ങുന്ന തൊഴിലിലേക്ക് പോകുന്നു എന്ന് പരിശോധിച്ചാൽ വീണ്ടും നിരാശയാണ് ഫലം എന്നുള്ളതാണ്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലും ഇനിയും ഒരുപാട് വർധന വരേണ്ടിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് ഒരു നൂറ്റാണ്ട് മുൻപ് വളരെ കൃത്യമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിയ ഒരു നാടാണ് നമ്മുടേത്. 2 ചെറിയ വാക്കുകൾ മാത്രമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത്. പക്ഷേ ലോകത്തെ സ്ത്രീ വിമോചന വേദികളിലൊക്കെ മുഴങ്ങിക്കേട്ട ഏറ്റവും വിപ്ലവകരമായ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിട്ട് അത് മാറുകയാണ്. കുടുംബത്തിൻ്റെ പരിമിത വൃത്തങ്ങൾക്കപ്പുറത്തു നിന്ന് സാമൂഹികമായ ഇടപെടലുകളുടെയും തൊഴിലിൻ്റെയും സംവാദങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ആ കൊച്ചു മുദ്രാവാക്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് കേരളത്തിൽ മുഴങ്ങി എന്നുള്ളതും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളാകെ സ്ത്രീ വിമോചനത്തിൻ്റെ പാതയിൽ തങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വൻപിച്ച ഉയർന്ന സാക്ഷരതയ്ക്കും വിദ്യാഭ്യാസ പങ്കാളിത്തത്തിനുമൊക്കെ കാരണമായത്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവുമെല്ലാം വലിയ രീതിയിൽ അനുഭവിപ്പിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം സമാനതകളില്ലാത്ത സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ട് കേരളത്തിൻ്റെ അഭിമാനോജ്വല മാതൃകകളിൽ ഒന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊക്കെ സാധ്യമായത് 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമത്വത്തിലധിഷ്ഠിതമായിട്ടുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളാണ്. സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ, സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവിക ദർശനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു കേരളം കെട്ടിപ്പടുക്കാൻ നമ്മുടെ മുൻപേ പോയ തലമുറ നൽകിയ സംഭാവനകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ആർജിച്ച വ്യത്യസ്തമായ നേട്ടങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാന്യനായ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ വർത്തമാനകാല സമസ്യകളെ നേരിട്ട് മനസ്സിലാക്കി നിർദ്ധാരണം ചെയ്ത് അതിനെ ആ പ്രയാസങ്ങളെ മറികടക്കാനുള്ള ഇച്ഛാശക്തി കൂട്ടമായി പ്രവർത്തിച്ച് തന്നെ സമാഹരിക്കുക എന്നുള്ളത് സുപ്രധാനമായൊരു കടമയായി കേരളത്തിലെ സ്ത്രീകൾ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകി കൂടെ നിൽക്കാനുള്ള രാഷ്ട്രീയമായ പ്രതിബദ്ധത. രാഷ്ട്രീയം എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ പ്രയോഗിക്കുന്നത്. ഒരു പൊതുവായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളും തുല്യമായ അവകാശങ്ങളുള്ള മനുഷ്യജീവികളാണ്, ഹൃദയവും മസ്തിഷ്കവുമുള്ള പൂർണ്ണ മനുഷ്യരാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി അവരോട് ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള പുരുഷന്മാരെയും പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും തന്നെയാണ് നവകേരളം ഉറ്റുനോക്കുന്നത് എന്ന് ഇവിടെയുള്ള എല്ലാ സഹോദരന്മാരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സ്ത്രീയും പുരുഷനും മനുഷ്യ വിമോചനത്തിൻ്റെ പാതയിൽ ഒന്നിച്ചണിനിരക്കുന്ന കാലത്താണ് സമത്വപൂർണമായ ഒരു സമൂഹം, ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹം എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാൻ കഴിയൂ. അതിലേക്ക് ഇനിയും
കുറേ കാതങ്ങൾ നടക്കാനുണ്ട്. നമുക്ക് ഒന്നിച്ച് നടക്കാം, കൈകോർത്ത് പിടിച്ച് നടക്കാം എന്നാണ് വളരെ ശുഭവിശ്വാസത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി പലവിധ സേവന പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ വ്യക്തിത്വത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹിസ്റ്ററി എന്ന് പറയുന്നത് എക്കാലത്തും ഹിസ്റ്റോറിയാണ്. പാടി പുകഴ്ത്തിയിട്ടുള്ളതൊക്കെ അവൻ്റെ ചരിത്രങ്ങളാണ്. ജയിച്ചവരുടെ ചരിത്രമാണ് എക്കാലത്തും ചരിത്രം. തോറ്റവരുടെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. അതുപോലെ ചരിത്രത്തിൽ മറഞ്ഞു കിടന്നവരാണ് സ്ത്രീകളും. അവർ വളരെ ആത്മവിശ്വാസം സമാഹരിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കുമൊക്കെ നടന്നു കയറുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ രാജപാതകളിൽ നിന്ന് വളരെ നീതിരഹിതമായി നിഷ്കാസനം ചെയ്യപ്പെട്ട് നിന്നിരുന്ന വെളിമ്പറമ്പുകളിൽ, പുറമ്പോക്കുകളിൽ നിന്നിരുന്ന സ്ത്രീകൾ സധൈര്യം തങ്ങളുടെ ഇടം, തൻ്റെ ഇടം, അവനവൻ്റെ ഇടം, തൻ്റെ ഇടം രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാഴ്ചയാണ്. വെർജിനിയ വൂൾഫൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ എ റൂം ഓഫ് വൺസ് ഓൺ, തൻ്റേതായ ഇടം സൃഷ്ടിച്ച തൻ്റേടികളായിട്ടുള്ള പുരസ്കാര ജേതാക്കൾ എല്ലാവർക്കും മാതൃകയായിട്ട് നമ്മോടൊപ്പമുണ്ട്. അവരെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ.